വീണ്ടും നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാനിടയായി തീർന്നത് പ്രകാരമാണ്. ഈ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവനായ ഒരുവൻ നമ്മിലുണ്ട്. ഈ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവനായ ഒരുവൻ നമ്മിലുണ്ട്. ഇല്ലാത്ത ആരിലുള്ള വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ക്രിസ്തു ഇല്ലാത്ത ജീവിതങ്ങൾ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്ത ജീവിതങ്ങൾ ഇന്ന് വിശ്വാസികളിൽ വളരെ കുറവാണ്. അധികം പേരിലും ക്രിസ്തു ഉണ്ട്. പക്ഷെ പ്രശ്നം അതല്ല. ദാനിയേലിനോട് പറഞ്ഞതുപോലെ രാജാവ് പറഞ്ഞ വാക്കിതാണ്, നീ ഈ കാര്യം ചെയ്യുവാൻ പ്രാപ്തനായതുകൊണ്ട്. അപ്പോ ഈ ദാനിയേലിലുള്ള ദൈവവും ശൗലിലുള്ള ദൈവവും ദാവീദിലുള്ള ദൈവവും അപ്പോസ്തലന്മാരിലുള്ള ദൈവവും യൂദായിലുള്ള ദൈവവും പലരും പലതരത്തിലുള്ളതല്ല, ഒരേ തരത്തിലുള്ളതാണ്. പക്ഷെ ഒരു ആപത്ത് വരുമ്പോഴാണ് ഇവരുടെയൊക്കെ ശക്തി അറിയുന്നത്. ഗിൽബോവ പർവ്വതത്തില് യുദ്ധം ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ മരിക്കുന്ന സമയം വന്നപ്പോ തനിക്ക് ചുറ്റും പടയാളികളാൽ ഏത് സമയത്ത് താൻ മരിക്കുന്ന ആ ഒരു അവസ്ഥ വന്നപ്പോൾ, ആയുധങ്ങളുമായി ചുറ്റുമുള്ളവർ തന്നെ ആക്രമിക്കുന്ന സമയത്ത്, ആ സമയമായപ്പോഴേക്കും ചുറ്റും നോക്കി ആരുമില്ല രക്ഷിക്കാൻ. അവന്റെ ദൈവം അവന് പ്രാപ്തനായില്ല. ഇതുപോലെയാണ് ദൈവഭക്തന്മാരിൽ വളരെ പേരുടെ ഉള്ളിലുള്ള ദൈവം. അതാണ് ഇന്ന് നമ്മൾ ദൂതായിട്ട് ശ്രദ്ധയോടുകൂടി നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. കാരണം ഇബ്താഹിനെ ജാതീയ രാജാവ് ധിക്കരിച്ചേ ഉള്ളൂ. അപ്പോൾ തന്നെ അവന്റെ ഉള്ളിലെ ദൈവം എഴുന്നേറ്റു അവിടെ വലിയൊരു പ്രവൃത്തി അങ്ങ് ചെയ്തു. ശിംശോനെ ഒരു വാക്ക് പറഞ്ഞേ ഉള്ളൂ, ശിംശോനെ ഇതാ ഫിലിസ്തീർ വരുന്നു എന്നൊരു ഒറ്റ വാക്ക് കേട്ടേ ഉള്ളൂ. ചെവികളിൽ കേട്ട ഉടനെ അവന്റെ ദൈവം ഉണർന്ന് ആ സംഹാരം അങ്ങ് നടത്തി. ദാനിയേലിന്റെ സമയത്ത് ബാബേലിലുള്ള സകല വിദ്വാൻമാരെയും നശിപ്പിക്കാനായി കൽപ്പന കൊടുത്തു. ആ കൽപ്പന കേട്ടപ്പോൾ ദൈവത്തിന് മുമ്പാകെ മുട്ടുകളെ മടക്കിയപ്പോൾ ദാനിയേലിന്റെ ദൈവം ഉണർന്നു. ദാനിയേൽ സിംഹങ്ങളുടെ ഗുഹയിലിട്ടപ്പോൾ അവന്റെ ദൈവം ഉണർന്നു. പ്രാപ്തിയുള്ള ദൈവത്തിന്റെ പ്രത്യേകത അതൊക്കെ. എന്നിലുള്ള ദൈവത്തിന്റെ പ്രാപ്തി ഉണ്ടോ എന്നുള്ളതാ ഇവിടെ വിഷയം. അത് തന്നെയാ സിംഹങ്ങളുടെ ഗുഹയിൽ ചെന്ന് വാതിൽക്കൽ ചെന്നതിന് ശേഷം രാജാവ് ചോദിക്കുന്നത്, ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന ദൈവം നിന്നെ സിംഹങ്ങളുടെ വായിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തനായോ? ദൈവം നിന്നിലുണ്ട്. അതിപ്പോ യഹൂദന്മാരിൽ എല്ലാവരും ഉണ്ട്. അവരെ രക്ഷിപ്പാൻ പ്രാപ്തനായ അതിന്റെ പ്രാപ്തി നിന്റെ ദൈവത്തിനുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇബ്താഹിലുണ്ടായിരുന്നു, യോസഫിലുണ്ടായിരുന്നു, ദാവീദിനുണ്ടായിരുന്നു, ശിംശോനിലുണ്ടായിരുന്നു. കർത്താവിന് സ്തോത്രം. എന്നാൽ ശൗലിലെ ദൈവത്തിന് ആ ശക്തി ഉണ്ടായിരുന്നില്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ. ദൈവം ഒരാളുടെ ഉള്ളിൽ പ്രവേശിച്ചാൽ ആ ദൈവത്തിന് അവിടെ നിന്ന് ശക്തി പ്രാപിക്കണമെങ്കിൽ അവന് കിട്ടേണ്ടത് ആരാധനയാണ്. ആരാധനയുടെ 7 ഭാഗമാണ്, 7 കാര്യങ്ങളാണ് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത്. ശക്തി, ബലം, മഹത്വം, ജ്ഞാനം, സ്തുതി, ഇങ്ങനെ തുടങ്ങിയ 7 കാര്യങ്ങളുണ്ട്. അത് ലഭിക്കുന്നവനാണ്, അത് കൊടുക്കുമ്പോഴാണ്
അവനിലെ ദൈവം ശക്തിപ്പെടുന്നത്. അങ്ങനെ ശക്തിപ്പെടുന്നവനാണ് നാളെ ഒരു പ്രതിസന്ധി വരുമ്പോൾ അവന്റെ ദൈവം പ്രാപ്തനാകുന്നത്. അവിടെയാണ് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ കേട്ടല്ലോ, ഈ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവനായ ഒരുവൻ നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതിന് സംശയമില്ല. ദൈവസഭയിൽ ദൈവമക്കളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇതുണ്ട്. ഈ ലോകത്തിലുള്ളവരേക്കാൾ വലിയവനായ ഒരുവനുണ്ട്. പക്ഷെ അതല്ല വിഷയം, പ്രാപ്തി ഉണ്ടോന്നുള്ളതാണ്. പ്രാപ്തി ഉണ്ടോ എന്നുള്ളതാണ്. അപകടപ്പെടുമ്പോഴും, ഭീഷണി കേൾക്കുമ്പോഴും, മരണപ്പെടുമ്പോഴും, അപമാനിക്കപ്പെടുമ്പോഴും, പട്ടിണി കിടക്കുമ്പോഴും, ഈ അവിടെ കിടന്ന് പട്ടിണി കിടക്കുന്നതല്ലാതെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ ദൈവം പ്രവർത്തിക്കുന്നില്ല. കാരണം അവനിലെ ദൈവം പ്രാപ്തനല്ല. അവനിലെ ദൈവം പ്രാപ്തനാകാൻ തക്കവണ്ണം ആ ദൈവത്തിന് ഇവനിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. മഹത്വം കൊടുത്തിട്ടില്ല, സ്തുതി കൊടുത്തിട്ടില്ല. അവൻ കൊടുക്കേണ്ട ചില കാര്യങ്ങൾ വചനത്തിലുണ്ട്, അത് ഇതുവരെയും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ദൈവം ഉണ്ടായിരിക്കെ തന്നെ, ഈ ദൈവം അവന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കെ തന്നെ ശത്രുക്കളുടെ വേട്ടേറ്റവും വീഴും. യോനാഥാൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നാൽ ഒരു കുറ്റം നമുക്ക് പറയാനുണ്ടോ? ഒരു ഇസ്രായേലിയനാണ്, അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുള്ളവനാണ്. ചുറ്റും പടയാളികൾ വന്ന് വളഞ്ഞ് യുദ്ധം ചെയ്ത് താൻ മരിക്കുമെന്നായപ്പോൾ പരിചയ എറിഞ്ഞു കളഞ്ഞ അവരുടെ മുമ്പിൽ വെട്ടേറ്റ് നിലത്ത് വീണു. അവന്റെ ഉള്ളിലും ദൈവം ഉണ്ടായിരുന്നു, പക്ഷേ അവനെ രക്ഷിപ്പാൻ പ്രാപ്തനായിരുന്നില്ല. ഇന്ന് ദൈവസന്നിധിയിൽ നാം കേട്ടത്, ഇന്ന് ദൈവ മുൻപാകെ നാം കേൾക്കുവാൻ ഇടയായി തീർന്ന വചനം പ്രകാരമാണ്. നാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഈ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവനായ ഒരുവൻ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ലോകത്തിലുള്ള ഏത് എതിർക്രിസ്തുവിനെയും അവന്റെ സംഘത്തെയും അവന്റെ ആളുകളെയും ജയിപ്പാൻ തക്കവണ്ണം ശക്തി നമുക്ക് ഉണ്ടാകും. എങ്ങനെയെങ്കിൽ ദൈവോത്തരന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, ദൈവത്തിന് മഹത്വം കൊടുപ്പീൻ, ദൈവത്തിന് സ്തുതി കൊടുപ്പീൻ, ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുപ്പീൻ. അപ്പോൾ അവൻ അതിനുള്ള പ്രാപ്തി ഉണ്ടാവും. തക്ക സമയത്ത് അത് തിരികെ തരും. തക്ക സമയത്ത് അവൻ രക്ഷിക്കും. അപകടപ്പെടുമ്പോൾ അപകടത്തിൽ നിന്ന് രക്ഷിക്കും. ശത്രു വരുമ്പോൾ ശത്രുവിൽ നിന്ന് രക്ഷിക്കും. നമ്മൾ അതിന്റെ വാക്കുകൾ ഓർത്തുകൊള്ളണം. ഒരു വാക്ക് കേട്ടാൽ മതി, ഒരു വാക്ക്. ശിംശോനെ, ഇല്ല ഫെലിസ്തര് വരുന്നുണ്ട് എന്നൊരു വാക്ക് കേട്ടാ, ഒറ്റ വാക്ക് കേട്ടാ, ചെവിയിൽ വീണപ്പോഴേ തന്നെ അവന്റെ ഉള്ളിൽ ദൈവം ഉണർന്നു. അവന്റെ ബന്ധനമെല്ലാം ഒരു നിമിഷം കൊണ്ട്, ധിക്കാരത്തിന്റെ ഒരു വാക്ക് കേട്ടാൽ മതി. ഇബ്താഹാദ് കേട്ട ഉടനെ തന്നെ അവന്റെ ഉള്ളിലെ ദൈവം ഉണർന്നു. ദാനിയേലിന് ഭീഷണി വന്നു, സിംഹങ്ങളുടെ ഗുഹയിൽ വീണു, അവന്റെ ഉള്ളിലെ ദൈവം ഉണർന്നു. മൊർദെഖായിയുടെ ഉള്ളിലെ ദൈവം ഉണർന്നു. പ്രധാന സ്തോത്രം. ഇന്ന് ദൈവസന്നിധി ഉപവാസ പ്രാർത്ഥന, നമുക്ക് ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മുടെ കാര്യസാധ്യം എന്നുള്ളത് നമ്മുടെ മനസ്സിലെ സ്വപ്നമാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു കാര്യം മാത്രം മതി. എന്ത്? ഈ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവനായ ഒരുവൻ നമ്മുടെ ഉള്ളിലുണ്ട്. അവൻ ശക്തി ഈ ഉപവാസ പ്രാർത്ഥനയോടുകൂടി എൻ്റെ ഏത് ജീവിത സാഹചര്യങ്ങളിലും പ്രവർത്തിപ്പാൻ ശക്തനായി തീർന്നു കിട്ടിയാൽ പിന്നെ ഞാൻ ഇതിനെ വേറെ ഒരു കാര്യം കരുതുന്നത്? ആവശ്യത്തിന് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള രീതിയിൽ എനിക്ക് അത് പ്രാപിപ്പാൻ കഴിയുന്ന തരത്തിൽ, അത് നൽകുവാൻ കഴിയുന്ന തരത്തിൽ എൻ്റെ ദൈവം എന്നുള്ളിൽ ശക്തിപ്പെട്ടിരുന്നാൽ മാത്രം മതി. അതാണ് ദൈവം ഇന്ന് നമുക്ക് നൽകിയ ദൂത്. ദൈവം നൽകി തന്ന ആ മഹത്തായിട്ടുള്ള സ്വർഗീയമായിട്ടുള്ള ശബ്ദം അതാകുന്നു. അതുകൊണ്ട് ദൈവമേ, ഞാൻ ഈ വഴിയിലേക്ക് വന്ന് വിശ്വാസത്താൽ ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട്. സകലത്തിനും മതിയായവനാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും കൈവശമാക്കിയവനാണ്. ഏത് നിലയിലും പ്രവർത്തിപ്പാൻ കഴിവുള്ളവനാണ്. എന്നാൽ അവനിന്ന് പ്രാപ്തനായി ഏത് സാഹചര്യത്തിലും എനിക്ക് രക്ഷയും നന്മയും നൽകുവാൻ പ്രാപ്തനായി എൻ്റെ ഉള്ളിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ വസിക്കണം. പിന്നെ ഇതിനെ എനിക്ക് വേറെ കാര്യം, പിന്നെ എനിക്കിത് വേറെ കാര്യം എന്താ? ഒന്നിൻ്റെയും ആവശ്യമില്ല. അവൻ പ്രാർത്ഥനയാൽ മതി. അവനോ വളരണം, ഞാനോ കുറയാണ്. ഞാൻ കുറഞ്ഞാൽ മതി, അവൻ വളരണം. പൂർണ്ണ വളർച്ചയിലെത്തി, പൂർണ്ണ ശക്തിയിലെത്തി ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ ആവശ്യങ്ങളിൽ ആവശ്യമുള്ള നിലയിൽ പ്രവർത്തിപ്പാൻ കഴിവുള്ള നിലയിൽ അവൻ ശക്തി പ്രാപിക്കണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അതിന് നമുക്ക് ദൈവസന്നിധിയിൽ ജാഗരിക്കാം.
തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം നിശ്ചയമായിട്ടും അതിൽ പ്രവർത്തിക്കുമെന്ന് അറിഞ്ഞ് അവന് മഹത്വം കൊടുത്ത് ജീവിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം നമുക്ക് കാര്യം സാധിക്കട്ടെ. മുട്ടെല്ലാം അടക്കം പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ കർത്താവിന്റെ വചനത്തിൽ നിന്ന് ഗ്രഹിക്കുകയായിരുന്നല്ലോ നാഥ. കർത്താവ്, ഈ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവനായ ഒരുവൻ യേശു ഞങ്ങളിലുണ്ട്. എന്നാൽ കർത്താവെ, നാഥ, കർത്താവെ, അവരുടെ ഉള്ളിൽ തന്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെയെന്ന് വചനത്തിൽ ഞങ്ങൾ ചോദിക്കുന്നത് പോലെ കർത്താവിന്റെ നാമത്തിൽ എല്ലാവരിലും വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിയുന്ന എല്ലാവരിലും ക്രിസ്തു വരുന്നു എങ്കിലും കർത്താവെ, ഞങ്ങളെ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കഷ്ടത്തിൽ നിന്നും ഞെരുക്കത്തിൽ നിന്നും വിടുവിക്കാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള ഒരുവനായി ഞങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ മാത്രം ഞങ്ങൾക്കത് പ്രയോജനമുള്ളൂ. അതുകൊണ്ട് ദൈവമേ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ക്രിസ്തു പൂർണ്ണമായി ഞങ്ങളിൽ ബലപ്പെടുവാൻ, ഞങ്ങൾ കുറയുവാൻ ക്രിസ്തു പൂർണ്ണ വളർച്ചയിൽ ഞങ്ങൾ വരുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ ഏത് ആവശ്യങ്ങളിലും അവസ്ഥകളിലും പ്രവർത്തിക്കാൻ തക്കവണ്ണം. ഓ ഹല്ലേലൂയ! ഞങ്ങൾ വിവിധമായിട്ടുള്ള ആവശ്യങ്ങൾ വെച്ചിട്ടുണ്ട് കർത്താവെ. ആ ആവശ്യങ്ങളൊക്കെയും ആരാൽ സാധ്യം? കർത്താവിനാൽ സാധ്യമാകുന്നു. അത് തരുവാൻ തക്കവണ്ണം കർത്താവ് ശക്തി പ്രാപിച്ചാൽ, അത് ഞങ്ങളിൽ ഇരുന്നുകൊണ്ട് ശക്തി പ്രാപിച്ചാൽ, അതിനപ്പുറം ഞങ്ങൾക്ക് എന്ത് പ്രാപിക്കാനുള്ളൂ? കർത്താവ് ദൈവമേ, ഞങ്ങളോട് മനസ്സലിവ് തോന്നണം. കർത്താവേ, നാഥ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ഹിതപ്രകാരം ക്രിസ്തു പൂർണ്ണ ശക്തിയോടെ ഞങ്ങളിൽ ബലപ്പെടുവാൻ ഞങ്ങൾ ഇതാ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനപ്രകാരം ഞങ്ങൾക്ക് നന്മ ചെയ്യുന്ന ദൈവം, ഈ വചനം ഞങ്ങൾക്ക് എന്നാളും അനുഗ്രഹത്തിനും വിടുതലിനും അഭിവൃദ്ധിക്കും കാരണമാക്കി തീർക്കണമേ. പ്രാർത്ഥന അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.